ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين സമാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തഖികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. യാ അയ്യുഹല്ലദീന ആമനു എന്ന അഭിസംബോധനയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പ്രത്യേകമായി പറയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 104-ാമത്തെ വചനത്തെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യായക്രമത്തിൽ ഈ അഭിസംബോധന വരുന്ന അടുത്ത വചനം എന്ന് പറയുന്നത് 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ തന്നെ 153-ാമത്തെ വചനമാണ്. പ്രാരംഭത്തിൽ ഓതിവെച്ച ആയത്തും അത് തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇസ്തഈനു, നിങ്ങൾ സഹായതേട്ടം നടത്തണം. ബിസ്സബ്രി വസ്സല, ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായതേട്ടം നടത്തണം എന്ന് പറയുന്ന ആയത്ത്. ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്നല്ലാഹ മഅസ്വാബിരീൻ, തീർച്ചയായും അള്ളാഹു ക്ഷമാലുക്കളുടെ കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിക്കുമ്പോൾ
ഖുർആനിൽ ഏകദേശം 69 സ്ഥലങ്ങളിൽ സൊബർ എന്ന് പറയുന്ന പദം, ക്ഷമ എന്ന് അർത്ഥം വരുന്ന പദം പ്രയോഗിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ 16ഓളം സ്ഥലങ്ങളിൽ ക്ഷമാലുക്കളെ സ്വാബിരീൻ എന്നും അതേപോലെ തന്നെ സ്വാബിറൂൻ എന്നും ഉള്ള പ്രയോഗങ്ങളിലൂടെ ക്ഷമാലുക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രതിപാദ്യങ്ങളും നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. മൊത്തം 85 സ്ഥലങ്ങളിലാണ് ക്ഷമാലുക്കളും ക്ഷമയുമായി ബന്ധപ്പെട്ട പ്രതിപാദ്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഉള്ളത് എന്ന് ഖുർആനിൻ്റെ ആയത്തുകളെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏറെക്കുറെ വിഷയകമായ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ബോധ്യമുള്ളത് തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്സബ്റു നിസ്ഫുൽ ഈമാൻ എന്നാണ്. ഈമാനിൻ്റെ, വിശ്വാസത്തിൻ്റെ പകുതിയാണ് ക്ഷമ എന്ന് പറയുന്നത്. നാം മനസ്സിലാക്കേണ്ടുന്നത് നമ്മുടെ ജീവിതത്തെ അതിസുന്ദരമാക്കുന്ന, ജനങ്ങൾക്കിടയിൽ ഏറ്റവും ആകർഷണീയമായ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാക്കി മാറ്റാൻ കഴിയുന്ന മികച്ച ഒരു ഗുണത്തിൻ്റെ പേരുകൂടിയാണ് ക്ഷമ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയും അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കേണ്ടുന്ന ഒരു ഗുണമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും ക്ഷമയെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മളോട് ഇത് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. 3-ാം അധ്യായം സൂറ ആലി ഇമ്രാനിലെ 200-ാമത്തെ വചനം, ആ അധ്യായത്തിലെ അവസാനത്തെ വചനം അതുതന്നെയാണ്. നാം സൂചിപ്പിച്ചതുപോലെ യാ അയ്യുഹല്ലദീന ആമനു എന്ന അഭിസംബോധനയോട് കൂടിയുള്ള ഒരു ആയത്ത് തന്നെയാണ് അതും. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം, വസ്വാബിറു, അതോടൊപ്പം തന്നെ ക്ഷമയിൽ നിങ്ങൾ മികവ് കാണിക്കുകയും ചെയ്യണം. 2 പ്രയോഗങ്ങളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ക്ഷമിക്കണം എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജീവിതത്തിൽ വിശ്വാസികളായി വിശ്വാസത്തിൻ്റെ മൂല്യങ്ങൾ, ധാർമ്മികമായതും സാംസ്കാരികവുമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സാധാരണഗതിയിലുള്ള ക്ഷമയൊന്നും മതിയാവില്ല. അതുകൊണ്ട് സ്വാബിറു, നിങ്ങൾ ആ ക്ഷമയിൽ മികവ് പുലർത്തുകയും വേണം. മികച്ച ക്ഷമയുടെ വക്താക്കളായി മാറണം വിശ്വാസികൾ എന്ന് വിശുദ്ധ ഖുർആൻ താല്പര്യപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, മറ്റുള്ള ആളുകളിൽ വലിയ ഒരു സ്വാധീനം, നാം കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളായി മാത്രം ജീവിക്കാനുള്ളവരല്ല. നേരെ മറിച്ച് ആ വിശുദ്ധ ഖുർആൻ ജീവിച്ചു കാണിച്ചും അതല്ലാതെയും ജനങ്ങളെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഒരു ബാധ്യത കൂടി പേറുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നാം പറയുന്നത് ആളുകൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ നമുക്ക്, നമ്മുടെ വാക്കുകൾക്ക്, നമ്മുടെ ഇടപെടലുകൾക്ക് ഒരു സ്വാധീനമുണ്ടാവേണ്ടതുണ്ട്. അത്തരത്തിൽ ആളുകളിൽ വല്ലാത്ത സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്വഭാവമായി കൊണ്ടാണ് പരിശോധനയിൽ ക്ഷമയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ഒട്ടനവധി മാതൃകകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. കുറേയേറെ സംഭവങ്ങൾ, ഞാനിത് പറയുമ്പോൾ തന്നെ എന്നെ ശ്രവിക്കുന്ന ആളുകളുടെ മനോമുകുരങ്ങളിലേക്ക് കടന്നു വരുന്ന ഒട്ടേറെ സംഭവങ്ങളുണ്ട്. അത്രയേറെ ഇസ്ലാമിക ചരിത്രവുമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായും അറിവുള്ള, ബന്ധമുള്ള ആളുകൾ എന്ന നിലക്ക്
ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെയുണ്ട്. ചിലത് സൂചിപ്പിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് മക്കയിലേക്ക് പലായനം ചെയ്തു പോയ മദീനയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വരുന്ന ദിവസം മക്കം ഫതഹ് എന്നാണ് ചരിത്രത്തിൽ ആ ദിനത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മക്കയിലുള്ള ആളുകൾ എത്തരക്കാരായിരുന്നു എന്നും പ്രവാചകനോട് അവരോടുള്ള സമീപനം, പ്രവാചകനോട് അവർക്കുള്ള സമീപനം എന്തായിരുന്നു എന്നും എന്തുകൊണ്ടാണ് പ്രവാചകൻ മക്ക വിട്ട് പോകേണ്ടി വന്നത് എന്നുമൊക്കെയുള്ള ചരിത്രത്തിൻ്റെ പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ്റെ ആ യാത്രയെ നമ്മളൊന്ന് കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് വന്നതിന് ശേഷം പ്രവാചകന് എതിരെ നടപടികൾ സ്വീകരിച്ച ആളുകൾക്ക് സമ്പൂർണമായ വിട്ടുവീഴ്ച ചെയ്യുകയും അവരോട് അവർ ചെയ്തതിനെയെല്ലാം ക്ഷമയോടുകൂടി വിട്ടുകൊടുക്കുകയും ചെയ്തതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയിരിക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വേഷപ്രച്ഛന്നനായി കഅബ് ഇബ്നു സുഹൈർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. കഅബ് ഇബ്നു സുഹൈർ എന്ന് പറയുന്നത് അറബി സാഹിത്യ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഇങ്ങനെ വായിക്കാം. ജാഹിലിയ കാലഘട്ടത്തിലും ഇസ്ലാമിക കാലഘട്ടത്തിലും ജീവിക്കുകയും കവിതകൾ രചിക്കുകയും ചെയ്ത ആളെ സാഹിത്യത്തിൽ പ്രയോഗിക്കുന്ന വാക്ക് ഷാഇറുൻ മുഖ്ലറമി എന്നാണ്. ആ രൂപത്തിലുള്ള ഒരു കവിയാണ് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നുകൊണ്ട് പ്രവാചകനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചില കാരണങ്ങളുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൂലിക കൊണ്ട് മക്കയിൽ വെച്ച് ഏറ്റവും അധികം ഉപദ്രവിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ് കഅബ് ഇബ്നു സുഹൈർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കുന്നത്, പ്രവാചകരെ, അങ്ങ് എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു, എല്ലാവരോടും ക്ഷമിച്ചു എന്നാണല്ലോ കേൾക്കുന്നത്. എല്ലാവരോടും അങ്ങ് ക്ഷമിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അതെ, എല്ലാവരോടും ക്ഷമിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങയെ വാക്കുകൾ കൊണ്ട് വരികളിലൂടെ വേദനിപ്പിച്ച കഅബിനെ അങ്ങ് ക്ഷമിച്ചു കൊടുക്കുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അതിലെന്താ സംശയം, അദ്ദേഹത്തോടും ക്ഷമിക്കും. പിന്നീട് കഅബ് തൻ്റെ രൂപത്തിൽ നിന്ന് മാറി യഥാർത്ഥ രൂപത്തിലേക്ക് വരികയും ഞാൻ ആ കഅബാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയും ചെയ്യുന്നതായി കാണാൻ കഴിയും. നമ്മൾ ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നത്, പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെ ഉണ്ടായിട്ടുള്ള തൂലികകൾ കൊണ്ടുള്ള ആക്രമണത്തെ നേരിടാൻ മുൻപന്തിയിൽ നിന്ന കവികളിൽ ഒരാളായാണ് ഇസ്ലാമിക സാഹിത്യ ചരിത്രത്തിൽ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. മറ്റൊരു പേര് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്രമേൽ പ്രിയപ്പെട്ട പ്രവാചകൻ്റെ ബന്ധു കൂടിയായിട്ടുള്ള ഹംസ റളിയല്ലാഹു അൻഹു. ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹ്ദ് യുദ്ധത്തിൽ മറഞ്ഞിരുന്ന് വിഷം പുരട്ടിയ അമ്പുകൊണ്ട് കൊല ചെയ്തു കളഞ്ഞത് വഹ്ഷി എന്ന് പറയുന്ന മനുഷ്യനാണ്. ആ ദൗത്യം വഹ്ഷിയെ രഹസ്യമായി ഏൽപ്പിച്ചത് ഹിന്ദാണ്. അതിനു വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തത് ഖാലിദ് ബിൻ വലീദാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്, ഈ മൂന്നാളുകളുടെയും പേരുകൾ നമ്മൾ കേൾക്കുമ്പോൾ അതിനോട് ചേർത്ത് നമ്മൾ പറയുന്ന വാക്ക് റളിയല്ലാഹു അൻഹു എന്നാണ്. വഹ്ഷി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പറയേണ്ടുന്നത് റളിയല്ലാഹു അൻഹു എന്നാണ്. ഹിന്ദ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് റളിയല്ലാഹു അൻഹ എന്നാണ്. ഖാലിദ് ബിൻ വലീദ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നതും റളിയല്ലാഹു അൻഹു എന്ന് തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനോട് അത്രയേറെ പ്രവാചകന് പ്രയാസമുണ്ടാക്കും വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തിയ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് ക്ഷമിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. മാത്രമല്ല, പിന്നീട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഒക്കെ ഇസ്ലാമിന് വേണ്ടി ഇസ്ലാമിക പ്രബോധന രംഗത്ത് നടത്തിയിട്ടുള്ള മുന്നേറ്റങ്ങൾ അത് എത്രമേൽ വിശാലമായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോട് ക്ഷമിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇസ്ലാമിന് മുതൽക്കൂട്ടാകും വിധത്തിൽ
ഇത്തരം ആളുകളെ വളർത്തിയെടുക്കാൻ, അല്ലെങ്കിൽ അവരിൽ വല്ലാത്ത ഒരു സ്വാധീനം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒപ്പം ചേർന്ന് നിന്ന് പ്രവാചകന്റെ ഇംഗിതങ്ങൾക്കപ്പുറത്ത് തങ്ങൾക്ക് ഒരു ആഗ്രഹവും ഇല്ലാത്ത വിധത്തിലേക്ക് മനസ്സുകളെ അടുപ്പിക്കും വിധത്തിൽ അവരിൽ സ്വാധീനമുണ്ടാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചത് അവരോട് ക്ഷമിച്ചത് കൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, എന്തുകൊണ്ട് നമുക്ക് നമ്മളോടൊപ്പമുള്ള ആളുകളുടെ മനസ്സുകളെ കീഴടക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ, അവരിൽ ഒരു നന്മയുടെ സ്വാധീനം നമുക്ക് ഉണ്ടാക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ, ഏറ്റവും അടുത്ത് നമ്മുടെ വീടുകളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ മക്കളിൽ, നമ്മുടെ ഭാര്യമാരിൽ, നമ്മുടെ ബന്ധുമിത്രാദികളിൽ ആ രൂപത്തിലുള്ള ഒരു സ്വാധീനം നമുക്ക് ഉണ്ടാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പലതും കാണുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. പലതും കേൾക്കുമ്പോൾ, നമ്മളോട് ചെയ്തതെല്ലാം ആലോചിക്കുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ അവിടെയെല്ലാം വിട്ടുവീഴ്ച ചെയ്യാനും ക്ഷമയോടുകൂടി അവരെ കൈകാര്യം ചെയ്യുവാനും സാധിക്കുകയാണ് എങ്കിൽ അവരിൽ നന്മയുടെ നല്ല ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും എന്ന ബോധ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടതാണ്. മറ്റൊന്ന്, ക്ഷമയെ ഏറ്റവും സുന്ദരമാക്കുന്ന ഒരു ഘടകം എന്താണെന്നറിയോ? പ്രതീക്ഷയാണ്. എൻ്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട്, ഞാൻ ക്ഷമിച്ചാൽ എനിക്ക് ഇതിനേക്കാൾ നല്ല ഒന്ന് നാളുകളിൽ വരാനുണ്ട് എന്ന നന്മയുടെ പ്രതീക്ഷയാണ് ക്ഷമയെ ഏറ്റവും സുന്ദരമാക്കുന്ന ഘടകം എന്ന് നമുക്ക് കാണാൻ കഴിയും. എൻ്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട് എന്ന ചിന്ത, ആ റബ്ബ് ഞാൻ ക്ഷമിച്ചാൽ എന്നെ സഹായിക്കും എന്ന ചിന്ത. രോഗമുണ്ടാകുമ്പോൾ ഞാൻ ക്ഷമിക്കുകയാണ് എങ്കിൽ എൻ്റെ റബ്ബ് എൻ്റെ രോഗം മാറ്റിത്തരും, ആരോഗ്യത്തോടു കൂടിയുള്ള സുന്ദരമായ ദിനരാത്രങ്ങൾ എനിക്കിനി വരും എന്ന പ്രതീക്ഷയാണ് ക്ഷമിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ദാരിദ്ര്യമുണ്ടാകുമ്പോൾ എൻ്റെ റബ്ബുണ്ട് കൂടെ, ഞാൻ ക്ഷമിച്ചാൽ എനിക്ക് സാമ്പത്തികമായ ഒരു സുസ്ഥിതി ഉണ്ടാകും, ധന്യത എൻ്റെ ജീവിതത്തിൽ കടന്നു വരും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് വിശ്വാസികൾ ക്ഷമയെ സ്വീകരിക്കാറുള്ളത്. ഭയം ഉണ്ടാകുമ്പോൾ എൻ്റെ റബ്ബിൻ്റെ ഇടപെടൽ കൊണ്ട് എനിക്ക് നിർഭയത്വം ലഭിക്കും എന്ന പ്രതീക്ഷയാണ് ക്ഷമ കൈക്കൊള്ളാൻ വിശ്വാസിയെ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, പലപ്പോഴും പലരും ആലോചിക്കാറുള്ളത്, ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷമിക്കുമ്പോഴും എന്തേ ഇതൊന്നും എനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ഉടനടി അപ്പോൾ തന്നെ ആ സന്ദർഭത്തിൽ തന്നെ ലഭിക്കും. വിശുദ്ധ ഖുർആനിൽ ധാരാളം സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം വിശ്വസിച്ച് മൂസാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിന്ന ആളുകളുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം നിന്ന ആളുകൾ ഫിർഔനിൻ്റെ പീഡനങ്ങൾക്ക് വിധേയരായി അവർ നാടു കടക്കാൻ ചെങ്കടലിൻ്റെ അടുക്കലെത്തുമ്പോഴേക്ക് ആ കടലിനപ്പുറത്ത്, കടൽ മുന്നിലും പിന്നിൽ ഫിർഔനിൻ്റെ ശത്രുക്കളും വന്നുപെടുന്ന സമയത്ത് ആ ജനത പരിഭ്രാന്തരായി, അക്ഷമരായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്നത്, അല്ലയോ മൂസ, ഇന്നാല മുദ്റക്കുൻ, നമ്മൾ ഇനി പിടിക്കപ്പെടുമല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവിടെ ക്ഷമയോടുകൂടി, അക്ഷമ കാണിക്കാതെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറയുന്ന ഒരു വർത്തമാനമുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. ഇന്ന മഈ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, അവൻ എനിക്കൊരു തുറവി ഉണ്ടാക്കി തരും, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരും എന്ന് പറയുമ്പോൾ പിന്നത്തേക്ക് മാറ്റി വെക്കല്ല. അവിടെ അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടാകുകയാണ്, ഫളിരിബ് ബിഅസാക്കൽ ബഹർ, നിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ആ കടലിലടിക്ക്, അവിടെ ഒരു വഴി നിനക്ക് തുറന്നു തരും, അതിലൂടെ നിങ്ങൾ രക്ഷപ്പെടണം എന്ന് വിശുദ്ധ ഖുർആൻ ഉടനെ ഇടപെട്ട സന്ദർഭങ്ങൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തീക്കുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നത് ഉടനെ തന്നെ ലഭിക്കുന്ന സന്ദർഭങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ ക്ഷമിച്ച മേഖലകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതുപോലെ അള്ളാഹുവിൻ്റെ പെട്ടെന്നുള്ള ഇടപെടലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ തന്നെ ലഭിക്കും, മറ്റു ചിലത് ഉടനെ ലഭിക്കില്ല, കുറച്ചേറെയൊക്കെ കാത്തിരിക്കേണ്ടി വരും.
ദുനിയാവിൽ വെച്ച് തന്നെ അതിൻ്റെ ഗുണം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന രൂപത്തിൽ പ്രതീക്ഷയോടുകൂടി ക്ഷമിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഫലം ദുനിയാവിൽ കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബൂവത്തിൻ്റെ 10-ാം വർഷത്തിലാണ് മക്കയിൽ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ സഹായം തേടിക്കൊണ്ട് ത്വായിഫിലേക്ക് പോകുന്നത്. ആ ത്വായിഫിൽ ചെന്നതിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാനമായ പീഡനങ്ങൾ തന്നെയാണ് നേരിടേണ്ടി വന്നത്. സമാനമോ അതിനേക്കാൾ ഭീകരമോ ആയ പീഡനങ്ങളാണ് അവിടെ നിന്ന് നേരിടേണ്ടി വന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞ് ഓടിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫ് വിട്ട് അതിൻ്റെ അതിർത്തിയിൽ വന്നിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ആ ചരിത്ര പശ്ചാത്തലം. ഈ ജനതയെ ഞാൻ നശിപ്പിച്ചു കളയാം എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അല്ല, എനിക്കിവരിൽ ഒരു പ്രതീക്ഷയുണ്ട്, നല്ല ഒരു ജനത ഇവരിൽ നിന്ന് ഉണ്ടാകും എന്ന പ്രതീക്ഷ എന്നിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവരോട് ക്ഷമിക്കാൻ, ഇവരോട് നടപടിയില്ല. അള്ളാഹുവിനോട് നടപടിക്ക് വേണ്ടിയുള്ള തേട്ടമല്ല, നേരെ മറിച്ച് അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടിയുള്ള തേട്ടമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്നത്. അതിൻ്റെ ഫലം കാണുന്നത് എപ്പോഴാണെന്നറിയോ? ത്വായിഫുകാർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഹിജറ 9-ാം വർഷത്തിലാണ്. 12 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രതീക്ഷയുടെ, ആ ക്ഷമയുടെ ഫലം കാണുന്നത്. എന്നാൽ ചേർത്ത് വായിക്കേണ്ടുന്ന ഒന്ന്, ഇന്ത്യയുടെ അതിർത്തി പ്രദേശമായ രാജ്യങ്ങളിലേക്ക് വരെ ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു വന്നിട്ടുള്ള ചരിത്രത്തിൽ പേര് രേഖപ്പെടുത്തപ്പെട്ട മുഹമ്മദ് ബിൻ ഖാസിം അസ്സഖഫി എന്ന് പറയുന്ന മനുഷ്യൻ ത്വായിഫുകാരനാണ്. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫുകാരോട് ക്ഷമിച്ചില്ലായിരുന്നുവെങ്കിൽ അന്ന് പ്രവാചകൻ അള്ളാഹുവിൻ്റെ വിധി നടപ്പിലാകട്ടെ, അവർ നശിക്കട്ടെ എന്ന ചിന്തയായിരുന്നു. എന്നെ ഇങ്ങനെ പീഡിപ്പിച്ച ആളുകളല്ലേ, അതുകൊണ്ട് അവർ നശിച്ചു പോകട്ടെ എന്ന ചിന്തയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് എങ്കിൽ മുഹമ്മദ് ബിൻ ഖാസിം അസ്സഖഫി എന്ന് പറയുന്ന മനുഷ്യനില്ല, അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, എപ്പോഴും ക്ഷമ കൊണ്ട് നമുക്ക് നന്മയുടെ ഒരു പിന്തുടർച്ചക്കാരെ ഉണ്ടാക്കാനാണ് കഴിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ക്ഷമയുടെ കാര്യത്തിൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണെങ്കിലും, വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും, ഈ അധ്യാപനങ്ങളോ ഈ ഗുണപാഠങ്ങളോ ഒന്നും തന്നെ നമ്മളെ ഒരു വിധത്തിലും സ്വാധീനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ക്ഷമയില്ല, നടപടി മാത്രമേ ഉള്ളൂ. ക്ഷമയില്ല, നടപടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? തുടർച്ചക്കാരില്ല, തുടർച്ച ഉണ്ടാവണില്ല. പ്രബോധനത്തിന് തുടർച്ച അവകാശപ്പെടാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിന് സാധ്യമാകുന്ന ഒരു വിഭാഗത്തെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷമ കാണിച്ചവരെല്ലാം ഏതൊക്കെ കാര്യത്തിലാണ് പ്രവാചകനോട് അതിരുവിട്ട് പ്രവർത്തിച്ചത് എന്ന് ചരിത്രം പഠിക്കുന്ന നമുക്കറിയാലോ. അതിനോടെല്ലാം ക്ഷമിക്കാൻ കഴിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ക്ഷമയുടെ ഫലമായി കൊണ്ടുണ്ടാകുന്നത്, പ്രവാചകൻ്റെ ദൗത്യം ഏറ്റെടുത്ത് നാടുകളിൽ നിന്ന് നാടുകളിലേക്ക് സ്വന്തം കുടുംബം ഉപേക്ഷിച്ച് യാത്ര ചെയ്ത് പ്രബോധനത്തിന് സന്നദ്ധമാകുന്ന മനസ്സുകളുടെ ഉടമകളായ ഒരു പറ്റം സ്വഹാബിവര്യന്മാരെ സൃഷ്ടിക്കാനാണ് സാധിച്ചത്. എന്നാൽ ആ ക്ഷമ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നിടത്ത് നമുക്ക് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് വരാനിരിക്കുന്നത്, തുടർച്ച നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ്. ഈ ദൗത്യം ഏറ്റെടുക്കാൻ ആളുകൾ ഇല്ലാതെ പോകും എന്നുള്ളതാണ്. മൂന്നാമതായി, ചിലപ്പോഴൊക്കെ പ്രതീക്ഷിച്ചത് ദുനിയാവിൽ നിന്ന് കിട്ടിക്കൊള്ളണം എന്നുമില്ല. വിശ്വാസികൾ എന്ന നിലക്ക് ആ കാര്യം കൂടി നമ്മുടെ മനസ്സിലുണ്ടാവണം. ക്ഷമയോടുകൂടി കാത്തിരിക്കുമ്പോൾ ചിലപ്പോഴൊന്നും അത് ദുനിയാവിൽ വെച്ച് കിട്ടിക്കൊള്ളണമെന്നില്ല. എങ്കിലും പ്രതീക്ഷ എവിടേക്കാണെന്നറിയോ? പരലോകത്ത് എൻ്റെ റബ്ബ് എന്നെ കൈവിടില്ല എന്ന പ്രതീക്ഷയോടുകൂടി ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. യാസിർ കുടുംബത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. അത്രമേൽ പ്രയാസങ്ങൾ വിശ്വാസത്തിൻ്റെ പേരിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ആ കുടുംബം, ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദായിട്ടുള്ള വനിത സുമയ്യ റളിയല്ലാഹു അൻഹ, അത്രമേൽ പീഡിപ്പിക്കപ്പെട്ട ഒരു കുടുംബം, അതിൽ
അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഒക്കെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ബോധം നഷ്ടപ്പെടും അവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന അവസ്ഥ വരുമ്പോൾ കുഫറിൻ്റെ ചില വാചകങ്ങൾ മനസ്സില്ലാതെ ഇഷ്ടമില്ലാതെ പറഞ്ഞു പോയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വിഷമത്തോടു കൂടി കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. പ്രവാചകരെ, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്, അത്രമേൽ അസഹനീയമായിരുന്നു ആ പീഡനം, ഞാൻ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുമോ നബിയെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വർത്തമാനങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ്. അങ്ങനെയുള്ള യാസിർ കുടുംബത്തിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പീഡിപ്പിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ കാണുന്ന സമയത്ത് അവരോട് പ്രവാചകൻ പറഞ്ഞ വർത്തമാനം, സുബ്രൻ യാ ആല യാസിർ, യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കണം, ഇന്ന മൗഇദകുമുൽ ജന്ന, നിങ്ങൾക്കുള്ള പതിസ്ഥലം എന്ന് പറയുന്നത്, നിങ്ങൾക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത് സ്വർഗമാണ്. അവരുടെ ചരിത്രം വായിച്ചു നോക്ക്. ദുനിയാവിൽ സുന്ദരമായ ഒരു ജീവിതം അവർക്ക് സാധ്യമായിട്ടില്ല, സമാധാനപൂർണമായി ഉറങ്ങാൻ കഴിയുന്ന ഒരു രാത്രി അവർക്ക് സാധ്യമായിട്ടില്ല, സമാധാനമായി ജീവിക്കാൻ കഴിയുന്ന പകലുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഷഹീദാകുന്നതുവരെയും പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ് അവർ എന്ന് നമുക്ക് കാണാൻ കഴിയും. അവർ പ്രതീക്ഷിച്ചത് എന്താണ്? സ്വർഗം ലഭിക്കും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. അതുകൊണ്ട് പ്രതീക്ഷ എന്നുള്ളതാണ് എൻ്റെ റബ്ബ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്നും റബ്ബിൻ്റെ വാഗ്ദാനം പുലരുമെന്നും എൻ്റെ റബ്ബിൻ്റെ സഹായം എത്തുമെന്നുമുള്ള പ്രതീക്ഷയോടുകൂടിയാണ് വിശ്വാസികൾ ക്ഷമയെ പുൽകേണ്ടുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ അർത്ഥവശങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പ്രവാചകൻ്റെ ആ അധ്യാപനത്തെ വായിക്കാൻ. ആ ജബൻ ലെ അംറുൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം വല്ലാത്തൊരത്ഭുതം തന്നെയാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവൻ്റെ കാര്യം എല്ലാം അവന് നന്മയാണ്. വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, വിശ്വാസിക്കല്ലാതെ വേറൊരാൾക്കും അങ്ങനൊരു ഗുണം ഉണ്ടാവില്ല. എന്ത് ജീവിതത്തിൽ എന്തും സംഭവിച്ചോട്ടെ, എല്ലാം അവന് നന്മയാണ്. എങ്ങനെയാണ് അത് നന്മയാവുക? അവനൊരു നന്മയാണ് ഉണ്ടാകുന്നത് എങ്കിൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കും. ഇനി അതല്ല, ഇൻ അസ്വാബതുഹു ലറ, അവൻ എന്തെങ്കിലും ഒരു പ്രയാസമാണ് ഉണ്ടാകുന്നത് എങ്കിൽ, രോഗമാണ് ഉണ്ടാകുന്നത് എങ്കിൽ, പ്രതിസന്ധികളാണ് എങ്കിൽ, സ്വബറ, അവൻ ക്ഷമിക്കുകയും ചെയ്യും. ഫകാന ഖൈറൻ ലഹു, അതും അവന് നന്മയാണ്. നന്മ പ്രതീക്ഷയോടുകൂടി ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ പ്രതീക്ഷയോടുകൂടി ക്ഷമ കൈക്കൊള്ളുവാനും അള്ളാഹു എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്നും ഇന്ന മഅി റബ്ബി, എൻ്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട് എന്നും വിശ്വസിച്ചുകൊണ്ട് അത് ബോധ്യപ്പെട്ടുകൊണ്ട് ക്ഷമ കൈക്കൊള്ളുന്നവരുടെ നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ക്ഷമയെ മൂന്നായി വിഭജിക്കുന്നതായി കാണാൻ കഴിയും. അന്ന സ്വബ്ര യൻഖസിമു ഇലാ സലാസത്തി അഖ്സാമിൻ റഈസിയ, പ്രധാനമായും 3 ഭാഗങ്ങളായാണ് അദ്ദേഹം ക്ഷമയെ വേർതിരിക്കുന്നത്. അതിൽ ഒന്ന് അസ്വബ്റു അല ത്വാഅ, നമുക്ക് ക്ഷമ ആവശ്യമായി വരുന്നത് ഈ 3 ഇടങ്ങളിലായിരിക്കും. ഒന്നാമത്തത് അസ്വബ്റു അല ത്വാഅ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലുള്ള ക്ഷമയാണ്. അള്ളാഹു നമ്മളോട് ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ക്ഷമയോടുകൂടിയല്ലാതെ നമുക്കത് സമ്പൂർണ്ണ അർത്ഥത്തിൽ ചെയ്തു തീർക്കാൻ കഴിയില്ല. നമസ്കാരം ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളോടുള്ള കൽപ്പനയാണ് നമസ്കരിക്കണം എന്നുള്ളത്. നല്ല മഴയും നല്ല തണുപ്പും ഒക്കെയുള്ള ദിവസം സുബഹിക്ക് പള്ളിയിലേക്ക് പോവുക എന്ന് പറയുന്നത് അത്യാവശ്യം ക്ഷമ ആവശ്യമുള്ള കാര്യം തന്നെയാണ്. അവിടെ ക്ഷമയോടുകൂടിയല്ലാതെ
നമുക്ക് പള്ളികളിലേക്ക് പോയി ജമാഅത്ത് നമസ്കരിക്കാൻ കഴിയില്ല. നമസ്കാരം തന്നെ 2 വിധത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയും. കൈകെട്ടി സലാം വീട്ടുന്നതിനിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാത്ത വിധത്തിൽ അത്രയും വേഗത്തിൽ വേണമെങ്കിൽ നമുക്ക് നമസ്കാരം നിർവഹിച്ച് തീർക്കാൻ കഴിയും. എന്നാൽ പറയുന്നത് എന്ത് എന്ന് മനസ്സിലാകും വിധത്തിൽ ബോധ്യപ്പെട്ട് അള്ളാഹുവിനോട് സംസാരിക്കുകയാണ് എന്ന ബോധ്യത്തോടു കൂടി സാവധാനം നമസ്കരിക്കാനും കഴിയും. പക്ഷേ രണ്ടാമത് പറഞ്ഞതിന് അല്പം ക്ഷമ വേണം. അപ്പോൾ അള്ളാഹു പറഞ്ഞത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നോമ്പ് 12-13 മണിക്കൂറൊക്കെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് അത് നല്ല ചൂടുള്ള സമയത്തൊക്കെ ആ നോമ്പെടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെയും ക്ഷമ ആവശ്യമാണ്. അതിലേറെ ക്ഷമ വേണ്ട ഒരു ഇടം ഏതാണെന്നറിയോ? സക്കാത്തിൻ്റെ കാര്യത്തിൽ. കാരണം അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിന് അർഹരായ ആളുകൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ക്ഷമയുള്ള ആളുകൾക്കേ അതിന് കഴിയുള്ളൂ. ക്ഷമ എന്ന് പറയുന്ന സാധനം ഞാൻ പറഞ്ഞല്ലോ, ആ ക്ഷമ നമുക്ക് നൽകുന്നൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. ഞാനിത് കൊടുത്താൽ എൻ്റെ അതിൽ നിന്ന് കുറയില്ല എന്ന വിശ്വാസം, അതാണ് ക്ഷമ ശരിക്കും നൽകുന്നത്. അതുള്ള ആളുകൾക്ക് സക്കാത്തിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ കഴിയുള്ളൂ. ഹജ്ജിലോ ഏറ്റവും കൂടുതൽ പ്രയാസം നേരിടുന്നത് ഹജ്ജ് ചെയ്യുന്ന സമയത്താണ്. ഹജ്ജ് പൂർത്തിയാക്കി വന്നിട്ടുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കറിയാം, ശരാശരി ഒരു ഹാജി ഒരു ദിവസം 8 മുതൽ 12 മണിക്കൂർ വരെയൊക്കെ നടക്കേണ്ടി വരും. അവൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഹജ്ജിൻ്റെ കർമ്മങ്ങളിലും അതിനപ്പുറം അവൻ താമസിക്കുന്നിടത്ത് നിന്ന് ജമാഅത്തുകളിലേക്കും ഒക്കെയായി ശരാശരി ഇത്രയൊക്കെ നടക്കേണ്ടി വരും. എന്നാൽ ഒന്ന് ഉറങ്ങാൻ കിട്ടുന്ന സമയം മുസ്ദലിഫയിലാണ്. ഉറങ്ങേണ്ട സ്ഥലം മുസ്ദലിഫയിലാണ്. മുസ്ദലിഫയിലെത്തിയാലോ നമ്മൾ തലവെക്കണോടുത്ത് മറ്റൊരുത്തൻ്റെ കാലായിരിക്കും ഉണ്ടാകുക. ക്ഷമയോടുകൂടിയല്ലാതെ ഈ കർമ്മങ്ങളൊന്നും നമുക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. അപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കുന്നിടത്ത് സത്യവിശ്വാസികൾക്ക് ക്ഷമ ഉണ്ടായേ മതിയാവുള്ളൂ. എങ്കിലേ അള്ളാഹുവിനോടുള്ള അനുസരണം സമ്പൂർണ്ണമായി നമുക്ക് നിറവേറ്റാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമത്തത് അസ്സബ്റു അനിൽ മഅസിയ. തെറ്റുകളിൽ ക്ഷമ പാലിക്കാൻ നമുക്ക് കഴിയണം. തിന്മകളിൽ അഥവാ അള്ളാഹു ചെയ്യരുത് എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കണം എങ്കിൽ അവിടെയും നല്ല ക്ഷമയുണ്ടെങ്കിലേ കഴിയുള്ളൂ. കാരണം ഈ തിന്മകളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? മനുഷ്യ മനസ്സുകളെ ആകർഷിക്കാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ രൂപമായിരിക്കും തിന്മകൾക്ക്. അതുകൊണ്ട് തന്നെ ആ തിന്മയിലേക്ക് ആകൃഷ്ടരാവുക എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഇടപെടലുകളുടെ ഭാഗമായി ഉണ്ടായേക്കാവുന്നതാണ്. എന്നാൽ അവിടെ നിന്നൊക്കെ ഒന്നും വിട്ടുമാറി നിന്നിട്ട് നിങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ഹറാമാകുന്ന പാനീയങ്ങളുടെയൊക്കെ പരസ്യമൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അതിൻ്റെ ഒരു ഭംഗിയും അതിനോട് നമുക്ക് തോന്നുന്ന ഒരു താല്പര്യവും നമുക്ക് ഹറാമായിട്ടുള്ള നമുക്ക് നിഷിദ്ധമാക്കപ്പെട്ട ബന്ധങ്ങളോട് നമുക്ക് തോന്നുന്ന ചില താല്പര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ നിന്ന് അതെല്ലാം മാറ്റി നിർത്തണം എന്നുണ്ട് എങ്കിൽ വല്ലാത്ത ഒരു ക്ഷമ നമുക്ക് വേണ്ടതാണ്. അവിടെയും സത്യവിശ്വാസികൾക്ക് ക്ഷമയോടുകൂടിയല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞത് അസ്സബ്റു അലാ മാ യുസീബുൽ ഇൻസാൻ ബിഗൈരി ഇഖ്തിയാരിഹി മിനൽ മസ്വാഇബ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തിരഞ്ഞെടുപ്പുകളോടുകൂടിയല്ലാതെ അല്ലെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള സ്വാധീനവും ഇല്ലാതെ ഉണ്ടാകുന്ന ചില മുസീബത്തുകളുണ്ടല്ലോ, അത്തരം സന്ദർഭങ്ങളിലും ക്ഷമിക്കാൻ കഴിയണം. രോഗം, കൊറോണ ഒന്നും നമ്മളുണ്ടാക്കിയതല്ല. പക്ഷേ ആ സമയങ്ങളിലെല്ലാം അള്ളാഹുവിനോടുള്ള ക്ഷമ നഷ്ടപ്പെട്ടു പോവുകയും അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെയും തള്ളിപ്പറയുകയും നിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കണം എങ്കിൽ വിശ്വാസികൾക്ക് ക്ഷമ അനിവാര്യമാണ്. അതുകൊണ്ട് പല വിധത്തിലുള്ള ദുരന്തങ്ങൾ, പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ നാം സൂചിപ്പിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല അവസരം ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി ക്ഷമിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ ആലോചിക്കൂലേ, എന്തുകൊണ്ടാണ് ഇതൊക്കെ എന്നെ ബാധിക്കുന്നത് എന്ന്? എൻ്റെ അടുത്തുള്ള ആളുകളൊക്കെ എത്ര ആളുകളുണ്ട്, അവർക്കൊന്നുമില്ല. എല്ലാ പരീക്ഷണങ്ങളും എല്ലാ പ്രയാസങ്ങളും എൻ്റെ ജീവിതത്തിലാണല്ലോ ഉണ്ടാവുന്നത് എന്ന്
ആരെങ്കിലും? അങ്ങനെ പലരും ആലോചിക്കാറുണ്ട്. എന്നാൽ അവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബിമാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രവാചകരെ, ആരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുക? ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ അള്ളാഹു നൽകിയിട്ട് പരീക്ഷിക്കപ്പെടുക ആരാണ് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അഷദ്ദുന്നാസി ബലാഉൻ അൽ അംബിയ, ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാവുക അംബിയാക്കന്മാർക്കാണ്. പിന്നെ അസ്വാലിഹൂൻ, സ്വാലിഹ്യങ്ങളായിട്ടുള്ള ആളുകൾക്കാണ്. സുമ്മൽ അംസൽ അൽ അംസൽ, പിന്നെ അതുപോലെയുള്ള അവരെ പോലെയുള്ള ആളുകൾക്കാണ് ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാവുക. ഒരു മനുഷ്യൻ അവൻ്റെ ഈമാനിൻ്റെ, അവൻ്റെ ദീനിൻ്റെ, അവൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷണങ്ങൾ ഉണ്ടാവുക. അപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അള്ളാഹുവിന് നമ്മൾ അത്രയും പ്രിയപ്പെട്ടവരായിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരെയാണ് അള്ളാഹു പരീക്ഷിക്കുക. പക്ഷേ അവിടെയെല്ലാം ക്ഷമയോടുകൂടി മുന്നോട്ട് പോകാനും നിഷേധത്തിൽ നിന്ന് വിട്ടു നിൽക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ക്ഷമയോടുകൂടി ജീവിതം തള്ളി നീക്കുന്ന, അതുവഴി നാം പ്രതീക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന സ്വർഗം കരഗതമാക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരൻ, സജീദ് സാഹിബിൻ്റെ സഹോദരൻ, കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് ഗുരുതരമായ പ്രയാസങ്ങളോടുകൂടി ആശുപത്രിയിൽ കഴിയുകയാണ്. നമ്മളോട് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും പല ആളുകളും നമ്മളോട് പ്രാർത്ഥിക്കണം എന്ന് പറയാറുണ്ട്, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്, നിങ്ങളോടും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? എന്തുകൊണ്ടാണ് നമ്മളോട് അവർ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രാർത്ഥനയിൽ അവർക്ക് വല്ലാത്തൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ അവർക്ക് വല്ലാത്തൊരു പ്രതീക്ഷയുള്ളത് കൊണ്ടാണ്. ഒരു പ്രതീക്ഷ ഇല്ലെങ്കിൽ ആളുകൾ പ്രാർത്ഥിക്കണമെന്ന് പറയില്ലല്ലോ. അപ്പോൾ നമ്മളിൽ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത്. ഇതുപോലെ പ്രാർത്ഥനകൾ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അവരുടെ എല്ലാം പ്രയാസങ്ങളെ നാഥൻ ദൂരീകരിച്ചു കൊടുക്കുമാറാണ്. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ, അവരുടെ എല്ലാ പ്രതിസന്ധികളെയും നാഥൻ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾ, ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങൾ, സഹോദരി സഹോദരന്മാർ, അയൽപക്കക്കാർ, സഹപ്രവർത്തകർ, അവരുടെ എല്ലാം പാപങ്ങളെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹജാത്ത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദീനാ മിനൻ നാർ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക.